ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ബുക്സായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ എൻ്റെ LDC റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ സഹായിച്ച കുറച്ച് ബുക്സാണ് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ മാത്സാണ്. മാത്സ് ജെറിൻ സാറിൻ്റെ ഒരു കട്ട ഫാനാണ്. ട്രിക് ഓൺ ജെറിൻ സാറിൻ്റെ മാത്സാണ് എന്നെ PSC റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ബുക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 5-6 ബുക്കുണ്ട്. അതിൽ എൻ്റെ ഫസ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്. ഒരുപാട് ബുക്കുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അതിൽ ഫസ്റ്റ് ബുക്കാണത്. അത് സെക്കൻഡ് ബുക്ക് ഞാൻ ഓരോ ബുക്കിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് വരി, നിരകളുടെ എണ്ണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പ്രൈം നമ്പേഴ്സ്, പെർസെൻറ്റേജ്, അതൊക്കെയാണ് ഈ ബുക്കിനകത്തുള്ളത്. ബുക്കൊക്കെ ഒരു കോലമായി, കാരണം എപ്പോഴും പഠിച്ചാൽ കോലാവുമല്ലോ. ഇത് തേർഡ് ബുക്കാണ്. അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ ജോമെട്രി, അങ്ങനെയൊക്കെയുള്ള ആവറേജ്, അങ്ങനത്തൊക്കെ ഉള്ള നോട്ട്സാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫോർത്ത് ബുക്ക്. ഇതിനകത്ത് ഞാൻ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ജോമെട്രി, അതുപോലെ വർക്ക് ആൻഡ് ടൈം, അതുപോലെ അതൊക്കെ എന്നെ ഈസി ആക്കിയത് ഈ ഒരു സാറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ടൈം, വർക്ക്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഓഡ് ആൻഡ് സ്ട്രീം, പ്രൈം നമ്പേഴ്സ്, ഇതൊക്കെ അത്യാവശ്യം എന്നെ ഈസി ആക്കിയത് സാറാണ്. കലണ്ടർ, അതുപോലെ ഏജ്, ഇതൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഇതെൻ്റെ ലാസ്റ്റ് ബുക്കാണ് സാറിൻ്റെ നോട്ടിൻ്റെ. പക്ഷേ എനിക്ക് വേറെ നോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് SCERT ബുക്സുകളാണ് കേട്ടോ. 9, 7, 8, 5, 6, 7, 8, 9, 10 ഈ ക്ലാസ്സിൻ്റെ എല്ലാം ബുക്കുകൾ ടെക്സ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ടാണ് കേട്ടോ. ഇതൊക്കെ അന്ന് പഠിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ലിസ്റ്റിൽ വരാനുള്ള കാരണം. അപ്പം 2 ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരണം, എങ്കിൽ മാത്രമേ നമുക്കതിനകത്തൊരു ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ റീച്ച് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ആ ടെക്സ്റ്റിൻ്റെ നോട്ട്സ് കേട്ടോ. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചെന്നേ ഉള്ളൂ. ഇത്രയാണ് SCERT ബുക്സ്. ഇനിയിപ്പോൾ കുറച്ച് ക്ലാസ് പഠിക്കണം. ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ക്ലാസ്സിലോട്ട് പോയി. ഇന്നത്തെ ഷെഡ്യൂൾ ടു ഡു ലിസ്റ്റിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് കറണ്ട് അഫെയർസ്, പിന്നെ മാത്സ്, അതുപോലെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, പിന്നെ കുറച്ച് ബാക്കി ജോഗ്രഫിയുടെ ഇന്നലത്തെ കുറച്ച് ബാക്കി ഭാഗം കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ മോർണിംഗിൽ മാത്സ് പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ മാത്സ് കുറച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കുമല്ലോ. പക്ഷേ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം എന്നാണ്. തൊഴിൽ വാർത്ത വരുന്ന ക്വസ്റ്റ്യൻസും അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാറുണ്ട്. പിന്നെ വൊക്കാബുലറി ക്ലാസ് ഞാൻ എടുത്തിരുന്നു കേട്ടോ. ഡിഗ്രി പ്രിലിംസ് ഞാൻ വൊക്കാബുലറി ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാരിസാറിൻ്റെ ക്ലാസ്സൊക്കെ, ട്രിട്ടറിൻ്റെ ക്ലാസ് ഞാൻ കാണുന്നുണ്ട്. എല്ലാ ക്ലാസ്സും എനിക്കിഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ സോഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്നെല്ലാം പഠിക്കണം എന്നാണ് എന്നോട് എല്ലാവരും പറയാറ്. എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അവിടെ നിന്നൊക്കെ പഠിക്കണം എന്നാണ്. ഇവൻ എൻ്റെ ഹസ്ബൻഡ് വരെ ആൾ പറയും, കിട്ടുന്ന ഒരു തുണ്ട് പേപ്പറിൽ വരെ ചിലപ്പം നമുക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ഹസ്ബൻഡ് പറയാറ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അവരൊക്കെ പറയുന്ന മോട്ടിവേഷനൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം എപ്പോഴെങ്കിലും ദൈവം നമുക്ക് തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പഠിക്കുന്നത്. പിന്നെ PSC എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂസൊക്കെ കാണുമ്പം ചിലരുടെ മനസ്സിലൊക്കെ മടുപ്പായിരിക്കും. പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പലതവണ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കും. പഠിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം വെയിറ്റിംഗ് ആണല്ലോ. ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഫസ്റ്റ് പ്രാവശ്യം എനിക്ക് എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തവണ ഞാൻ എഴുതുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ തവണ ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ 3 വർഷം കാത്തിരുന്നിട്ടാണ് അടുത്തൊരു തവണ പരീക്ഷ വരുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തെ നോട്ട് കേട്ടോ. ഇപ്പം പഠിക്കുന്നതിൻ്റെ നോട്ട്സൊക്കെ ഞാനൊന്ന് എഴുതി വെക്കുന്നതാണ് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആക്കി. താങ്ക് യു ഓൾ. ബൈ ബൈ, സീ യു.